ഗുഡ് മോർണിംഗ് ഡോക്ടേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ വിഷയം ആസ്മയാണ്. ഒരുപക്ഷെ എല്ലാവർക്കും ആസ്മ എന്താണെന്ന് അറിയാമായിരിക്കും. ശ്വാസതടസ്സം, അതാണ് സാധാരണ നമ്മൾ ആസ്മ എന്ന് പറയുന്നത്. ശ്വാസം വലിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അത് എല്ലാ പ്രായക്കാരിലും കാണുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ആസ്മയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും അതിൻ്റെ വിവിധ കാരണങ്ങളെക്കുറിച്ചും പല കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും അതുപോലെ ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് അതിലെന്താണ് ഓഫർ ചെയ്യാനുള്ളതെന്നും സംസാരിക്കാനായിട്ട് എന്നോടൊപ്പമുള്ളത് ഡോക്ടർ അൻഷ ജോൺ. മാഡം എയിംസ് ഹോമിയോപ്പതിയിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അൻഷ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വിഷയം ആസ്മയാണ്. അപ്പോൾ ആസ്മ എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആസ്മ എന്ന് പറഞ്ഞാൽ ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ട് ആസ്മ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. അതായത് മനുഷ്യ ശരീരത്തിൽ 2 ശ്വാസകോശങ്ങളാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് വായു എത്തുന്നത് ശ്വസന നാളികൾ വഴിയാണ്. അപ്പോൾ ഈ ശ്വസന നാളികൾ ചുരുങ്ങുകയും അതിനുണ്ടാകുന്ന നീർവീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ആസ്മ എന്ന് പറയുന്നത്. ക്ഷീണം, സംസാരിക്കാൻ തന്നെ പ്രയാസമുണ്ടാകുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. അപ്പോൾ നമ്മൾ ആസ്മ എന്ന് പറയുമ്പോൾ വെറും ശ്വാസ തടസ്സം എന്നതിലുപരി ചില ആസ്മയിൽ ചുമ മാത്രമായിട്ട് വരാറുണ്ട്. ഇതിന് നമ്മൾ കഫ് വേരിയൻ്റ് ആസ്മ എന്നാണ് പറയുന്നത്. അപ്പം ചുമ മാത്രമാണെങ്കിലും ചിലപ്പോൾ അത് ആസ്മയാകാം. അപ്പോൾ അത്തരം കേസുകൾ നമ്മൾ ആ ചുമ തുടങ്ങുമ്പോൾ തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ശ്വാസ തടസ്സം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഇത് പ്രോഗ്രസ് ചെയ്യാതെ നമുക്കിതിനെ തടയാൻ കഴിയും. ഈ ആസ്മ ഉണ്ടാകുന്ന ആൾക്കാർക്ക് പൊതുവേ അവർ അലർജിക് ആയിരിക്കും, ഈ ഡസ്റ്റ് അതുപോലുള്ള സ്ഥലങ്ങൾ അലർജിക് ആയിരിക്കും. അപ്പോൾ മൂക്കൊലിക്ക്, കണ്ണ് ചൊറിച്ചിൽ, അങ്ങനെയുള്ള സിംറ്റംസ് ആയിട്ട് തുടങ്ങാൻ സാധിക്കുമോ? അത് തീർച്ചയായിട്ടും. അതായത് അലർജി ഉള്ളൊരു വ്യക്തിക്ക് അലർജി ആദ്യമേ ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് ആസ്മ എന്നൊരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇല്ലേ, തീർച്ചയായിട്ടും ഏതൊരു അസുഖത്തിനെ പോലെ തന്നെയും ആസ്മയുള്ളൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ വ്യക്തിയുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി, അതായത് ഈ സിംറ്റംസ് എന്ന് മുതലാണുള്ളത്, ഇത് തുടങ്ങാൻ എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കും. രണ്ടാമതായിട്ട് അയാളുടെ ഒരു ഫാമിലി ഹിസ്റ്ററി, അതായത് ഈ ആസ്മ, അലർജി എന്ന രോഗങ്ങളെല്ലാം ഒരു പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഒരു ഫാമിലി ഹിസ്റ്ററി തീർച്ചയായിട്ടും എടുക്കാറുണ്ട്. പിന്നെ അവരുടെ ശ്വാസകോശ പരിശോധന നടത്താറുണ്ട്. ഡോക്ടർ, ആസ്മ ഡോക്ടർ പറഞ്ഞത് നിന്നും അലർജിയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുമ്പോൾ തന്നെ ഇത് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഞാൻ ഊഹിച്ചു. കാരണം പൊതുവേ അലർജി എന്ന് പറയുന്ന സാധനം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും പ്രാക്ടിക്കലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. കാരണം പൊടിയാണ് അലർജി എങ്കിൽ പൊടിയിൽ നിന്ന് ഒഴിവായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ചികിത്സ അതിനെങ്ങനെ സമീപിക്കും? അതായത് അലർജി ഉള്ളൊരു വ്യക്തിക്ക് നമ്മൾ നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് അലർജി ഉണ്ടാകുന്ന ആ വസ്തു ഒഴിവാക്കുക അല്ലെങ്കിൽ ആ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷെ ഇതൊരിക്കലും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ പോസിബിൾ അല്ല. കാരണം അത് അയാളുടെ പല ആക്ടിവിറ്റീസും റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തരം ഒരു അവസ്ഥയിലാണ് നമുക്ക് ഹോമിയോപ്പതിയുടെ ഒരു പ്രസക്തി വരുന്നത്. അതായത് നമ്മൾ ആദ്യം ആ വ്യക്തി വരുമ്പോൾ തന്നെ അയാളുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ അറിയാം അയാൾക്ക് എത്ര ഇൻറ്റൻസ് ആയിട്ട് ആ സിംറ്റംസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അയാൾ ദിവസേന ഇൻഹേലർ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കത് അത്ര പെട്ടെന്ന് നിർത്താൻ കഴിയില്ല. കാരണം സിംറ്റംസ് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ആ വ്യക്തിക്ക് നമ്മൾ ഈ ഇൻഹേലറിൻ്റെ കൂടെ തന്നെ ഹോമിയോ മെഡിസിൻസും കൊടുത്ത് ഇത് ഗ്രാജുവലി വിഡ്രോ ചെയ്താണ് കൊണ്ടുവരുന്നത്. എന്നാൽ അത്ര വലിയ സിംറ്റംസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് ഹോമിയോ മെഡിസിൻസ് കൊടുക്കാറുണ്ട്. ഈ ഹോമിയോ മരുന്ന് കഴിക്കുന്ന സമയത്ത് ചില പേഷ്യൻസ്, ഇപ്പോൾ ആസ്മയ്ക്ക് മാത്രമായിരിക്കണം ചില പേഷ്യൻസ് വരുന്നത്. ഇപ്പോൾ ഞാൻ ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ചോദിക്കുന്നുണ്ട്, ജനറലി ഹോമിയോ മരുന്നിന് തേടി വരുന്നൊരു പേഷ്യൻറ്റ് ചിലപ്പം ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ഡയബറ്റീസിനോ ഒക്കെ ചിലപ്പം മോഡേൺ മെഡിസിൻ ഗുളികകളോ ഇൻസുലിനോ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ മെഡിസിൻസ് ഒക്കെ നിർത്തിയിട്ടായിരിക്കുമോ മരുന്ന് കൊടുക്കുന്നത്, അതോ അതോടൊപ്പം തന്നെ ഇതും കഴിക്കാമോ? ജനറലി എപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണത്. ഇല്ല, തീർച്ചയായിട്ടും ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് പോലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒന്നും നമുക്ക് മെഡിസിൻ അത്ര പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ മെഡിസിൻസിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഹോമിയോ മെഡിസിൻസ് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ട്രിഗറിങ് ഫാക്ടേഴ്സ്, അതായത് അലർജനായിട്ടുള്ള വസ്തുക്കൾ ഒഴിവാക്കുക, പൊടിപടലങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനുള്ളിൽ പെറ്റ്സിന് ഒരു കാരണവശാലും കീപ്പ് ചെയ്യാൻ പാടില്ല. പെറ്റ്സിനെ ഒഴിവാക്കേണ്ടത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റൈല് തന്നെ അങ്ങനെയാണ്. പെറ്റ്സിനെ കീപ്പ് ചെയ്യുന്നത് ഒരു സ്റ്റൈലായിട്ട് മാറുകയാണ്. അപ്പോൾ അത്തരം പെറ്റ്സിനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രോമം തന്നെ അലർജിക്കായിട്ട് വരികയും ഇത് തന്നെ കുഞ്ഞുങ്ങളിൽ ആസ്മ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണം. പിന്നെ പുകവലി ഒഴിവാക്കുക. കാരണം പുകവലി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിനകത്ത് ചെറിയ രോമങ്ങളുണ്ട്. ഇതിനെ നമ്മൾ സീലിയ എന്ന് പറയും. ഇതൊരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യും. പക്ഷെ പുകവലിക്കുമ്പോൾ ഈ സീലിയ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്.